MDMA കേസിൽ അടുപ്പക്കാരൻ പിടിയിലായതോടെ കടുത്ത പ്രതിരോധത്തിലായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി പദവിയിലെത്തിയപ്പോഴും സതീശന്റെ ഓഫീസുകളിൽ മുഹമ്മദ് ഹുസൈൻ നിരന്തരം സന്ദർശനം നടത്തിയിട്ടുണ്ട്. എന്നാൽ ലഹരി കേസ് പ്രതിക്കൊപ്പമുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയുമോ എന്നതാണ് ആകാംക്ഷ. അതേസമയം മുഹമ്മദ് ഹുസൈനുമായുള്ള ബന്ധത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് CPM-ഉം DYFI-യും. കേസിൽ പിടിയിലായവർ സജീവ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷ് പറഞ്ഞു. വി ഡി സതീശന്റെ പുതുയുഗയാത്രയിൽ MDMA കേസ് പ്രതി ഹുസൈൻ സജീവമായി പങ്കെടുത്തുവെന്ന ഗുരുതര ആരോപണമാണ് DYFI ഉന്നയിക്കുന്നത്. വി ഡി സതീശനും ഈ MDMA കേസിന്റെ പ്രതിയായ യൂത്ത് കോൺഗ്രസും തമ്മിലുള്ള ബന്ധം അത്തരത്തിലുള്ള ഒരു ബന്ധമല്ല, നീണ്ട കാലത്തെ ബന്ധമുണ്ടെന്നും ഈ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരു ഉയർന്ന നേതാവ് ഈ MDMA പ്രതിയുടെ വീടുകളിൽ നിന്ന് പോവുകയും പല പ്രാവശ്യം പോവുകയും ചെയ്തിട്ടുണ്ട്, തിരിച്ചും പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം ഇന്ന് വ്യക്തമായിരിക്കുകയാണ്. ഈ MDMA പ്രതിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം എന്താണെന്ന് സത്യസന്ധതയോടെ തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറാകണം. മുഖ്യമന്ത്രി ആയതിനു ശേഷം MDMA പ്രതി ഈ പ്രതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടെ ബന്ധപ്പെടുകയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് ഈ MDMA ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് എന്നതിനെ സംബന്ധിച്ച സമഗ്രമായ അന്വേഷണം വേണം. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നയിച്ച പുതുയുഗ യാത്ര, ആ പുതുയുഗ യാത്രയിൽ ഈ പറയുന്ന ഹുസൈൻ വളരെ സജീവമായിട്ടുള്ള പങ്കാളിയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇത്ര സജീവമായിട്ട് 500 ഗ്രാം MDMA ഒക്കെ ഉൾപ്പെടെ വിപണനം നടത്തുന്ന പ്രധാന നേതാക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ അധികം അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഈ ഹുസൈനെ പോലെയുള്ള ഈ പ്രതികൾ പുതുയുഗ യാത്രയിൽ അതിൽ ഈ സംസ്ഥാനത്തുടനീളം സഞ്ചരിക്കുന്ന സമയത്ത് അവരുടെ ലഹരി കച്ചവടത്തിന് വേണ്ടിയുള്ള വേദിയായിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ടോ? മുഖ്യമന്ത്രിയെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വിഷയത്തിനകത്ത് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം, സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്. TV പ്രസാദും സജോ ദേവസിയും വിവരങ്ങളുമായി ചേരുകയാണ്. TV പ്രസാദിലേക്കാണ്. TV പ്രസാദ്, ഇന്ന് ക്യാബിനറ്റ് യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി ഈ വിവാദ കാര്യങ്ങളിൽ കൂടിയുള്ള അദ്ദേഹത്തിന്റെ മറുപടികൾ നമുക്ക് പ്രതീക്ഷിക്കാമോ? മാധു, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ട് എന്ന അറിയിപ്പ് വന്നു കഴിഞ്ഞു. 10-15 മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആ മാധ്യമ സമ്മേളനം നടത്തും എന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി വരാൻ സാധ്യതയുള്ളത് ഒന്ന് ഈ MDMA കേസ് തന്നെയാണ്. തന്റെ കൂടെയുള്ള തനിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന അല്ലെങ്കിൽ തന്റെ കൂടെ വീഡിയോ എടുക്കുന്ന, പരസ്പരം വീടുകളിൽ പോകുന്ന, അത്രയേറെ ബന്ധമുള്ള, സർവോപരി സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ കൂടിയായ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ചെറുപ്പക്കാരനാണ് ലഹരി കേസിൽ പിടിയിലായിരിക്കുന്നത്. ചെറിയ ക്വാണ്ടിറ്റി ഒന്നുമല്ല മാധു, 139 ഗ്രാം MDMA-യുമായിട്ടാണ് കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ വെച്ച് പിടിയിലാകുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഈ പ്രതിക്കുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള വീഡിയോ ചിത്രങ്ങൾ ഇതിനകം തന്നെ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ആ റിപ്പോർട്ടറിനെതിരായിട്ടുള്ള വ്യാപകമായ ആക്രമണങ്ങൾ പല രീതിയിൽ വരുന്നത് തന്നെ. ആ വിഷയം, അതായത് അടുപ്പക്കാരനുമായിട്ടുള്ള ബന്ധം, അത് എന്താണ് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ആ വീഡിയോ കണ്ടാൽ, ആ ഫോട്ടോകൾ കണ്ടാൽ എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥന് നടപടിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്, എങ്ങനെയാണ് അന്വേഷണം തുടർന്നു പോവുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടതുണ്ട്. ഏത് രീതിയിലുള്ള ബന്ധമാണ് അവർ തമ്മിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഒപ്പം സോഷ്യൽ മീഡിയ നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് മാത്രമാണോ കൈകാര്യം ചെയ്തിരുന്നത് ഈ MDMA കച്ചവടക്കാരനായ ഹുസൈൻ? അതല്ല, മുഖ്യമന്ത്രിയായതിനു ശേഷവും സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വി ഡി സതീശന് വേണ്ടി തുടരുന്നുണ്ടോ എന്ന കാര്യത്തിലെല്ലാം വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെയാണ്. ഇതേതെങ്കിലും സാമ്പത്തിക തട്ടിപ്പ് കേസല്ല, ഒരു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കുന്ന മാരക മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായ ഹുസൈനുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം എന്താണ് എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാധു.